ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിൻ്റെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇത് ചതയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചതയം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രത്തിലെ ദോഷഫലങ്ങൾ ചെറുതായിട്ട് കൂടിയിരിക്കുന്നതായി കാണുന്നു. എന്നാൽ ഗുണഫലങ്ങളും ഒട്ടും കുറവൊന്നുമല്ല. ഇതിലെടുത്തു പറയേണ്ടത് ഭാഗ്യതാരങ്ങളുടെയൊക്കെ സ്ഥിതിയും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ത്രികോണ സ്ഥിതിയൊക്കെ കൊണ്ട് കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റം കാണുന്നതിൻ്റെ ചില സൂചനകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇതിൽ രാശി വെക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളുടെ ജീവിതം. കുടുംബത്തിൻ്റെ പഴയ പ്രതാപമൊക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. സൽപ്പേരൊക്കെ വീണ്ടെടുത്ത് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങളുടെ കയ്യിൽ നിന്നോ മോഷണം പോയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്തു ഇടപാടുകളിലൊക്കെ ധനലാഭം കാണുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ ചിലവൊക്കെ അധികരിച്ചിരിക്കും. നിങ്ങളുടെ ഈ ചതയം നക്ഷത്രക്കാരുടെ ചിലരുടെയൊക്കെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ധാരാളം പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ധാരാളം ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ ഉറ്റ ബന്ധുമിത്രാദികൾ പലരും എതിർചേരിയിലേക്ക് ചേരുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശത്രു ചേരിയിലേക്കൊക്കെ ചേരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നാൽക്കാലികളിൽ നിന്നും ലാഭം കാണുന്നൊരു സമയമാണ്. വരവും ചിലവും തമ്മിൽ യോജിച്ച് പോകാൻ നന്നായി ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടാകും. സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് അതിനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഉണ്ടാകുന്ന സമയമാണ്. ചിലരെയൊക്കെ മുഖത്തടിച്ച് സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ അവർ ശത്രുക്കളായി മാറും. വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ്. വിദേശ ജോലി ലഭിക്കും. എന്നാൽ നിങ്ങൾ ചതിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയവും കൂടിയാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ മുതിരരുത്. സന്താനങ്ങൾക്ക് ഗുണകരമായ സമയമാണ്. സന്താനങ്ങൾക്ക് നല്ല ജീവിതമാർഗ്ഗമൊക്കെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ മെച്ചമുണ്ടാകും. നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ധാരാളം ദൂരയാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതിനൊരു ക്ഷീണവും നിങ്ങൾക്കുണ്ടാവും. കുടുംബത്തിൽ ആഹ്ലാദമൊക്കെ സംജാതമാകുന്ന സന്തോഷമൊക്കെ സംജാതമാകുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ എടുത്തു പറയണം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം വളർന്നു വരുന്നതായി കാണുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് അഭിപ്രായം പറഞ്ഞ് തലയിട്ട് എന്താ പറയുക, കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമാക്കി മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുക, സ്വന്തം സൽപ്പേര് കളയുക, അങ്ങനെയുള്ള ചില അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വിടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കോപം നിയന്ത്രിച്ചില്ല എങ്കിൽ, ക്രോധം നിയന്ത്രിച്ചില്ല എങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളിലും ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കും. നിങ്ങളപ്പോൾ കരുതുള്ളും. നിങ്ങൾ അവരോട് മുഖത്തടിച്ച് സംസാരിക്കും. പിന്നീട് നല്ല ഒരു സുഹൃത്തിനെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, എന്നൊരു സുഹൃത്ത് എതിർചേരിയിലേക്കും പോകുന്നൊരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നതല്ലാതെ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ പോകരുത്. അനാവശ്യമായിട്ട് ക്രോധം, കലിതുള്ളുക, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യരുത്. അതോടൊപ്പം തന്നെ അനാവശ്യമായ ചിലവുകൾ വരുത്തി വെക്കരുത്. അപ്പോൾ ഗുണകരമായ സമയമാണ്, ഒപ്പം ദോഷകരമായ സമയമുണ്ട്. അപ്പോൾ സ്വയം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം ഗുണകരമായിട്ട് മാറ്റാൻ സാധിക്കും. നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. ഭഗവാൻ 21 നാരങ്ങ കോർത്ത മാല സമർപ്പിക്കുന്ന ഗുണകരമായിരിക്കും. പൊതുവെ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. കഴിയാവുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങൾ മുടങ്ങാതെ ക്ഷേത്ര ദർശനം ചെയ്യുക. അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രം ദർശിച്ചിട്ട് ഗ്രഹപൂജയൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലം ഞാൻ പ്ലേലിസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കാണാവുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.